ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഏലാഞ്ചി എന്നൊക്കെ പറയും, പിന്നെ മുട്ടച്ചുരുൾ എന്ന് പറയും. ആ ഒരു സംഭവമാണ് ഉണ്ടാക്കണത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം. അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ദോശയ്ക്കുള്ള ബാറ്റർ പോലെ കലക്കിയെടുക്കണം. നല്ല ലൂസാവാൻ പാടില്ല. ദോശയ്ക്ക് സാധാരണ കലക്കണ പോലെ കലക്കിയെടുക്കണം. അത് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാൻ. നമുക്ക് ഇതിലേക്ക് ഇനി തേങ്ങ വേണം, പഞ്ചസാര വേണം. തേങ്ങയും പഞ്ചസാരയുടെ ഒരു മിക്സ് ഉണ്ടാക്കണം. തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം, നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പം അങ്ങനത്തെ പൊടിയൊന്നും ഇടുന്നില്ല. ഇവിടെ ആർക്കും ഏലക്കയുടെ പൊടി ഇഷ്ടമല്ല. അപ്പം ഞാൻ പഞ്ചസാര തേങ്ങ മാത്രം എടുക്കണുള്ളൂ. അപ്പോൾ ബാറ്റർ മിക്സ് ചെയ്തിട്ട് കാണാം. ഞാനിപ്പോൾ മാവ് കലക്കി കട്ടയില്ലാത്ത രീതിയിൽ കലക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ടയില്ലാത്ത രീതിയിൽ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ മിക്സിയിലൊരു ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ കട്ടയില്ലാണ്ട് കിട്ടും. പിന്നെ അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്കായയുടെ പൊടിയോ നല്ല ജീരകത്തിൻ്റെ പൊടിയൊക്കെ ആവശ്യക്കാർക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല ഏലക്കായയുടെ പൊടിയൊന്നും. അപ്പം ഞാൻ ഇട്ട് കൊടുക്കണില്ല. അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് രസമാണ്, പക്ഷെ താല്പര്യമില്ലാത്ത കാരണം ഇട്ട് കൊടുക്കണില്ല. പിന്നെ ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടിയിട്ട് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാൻ ഒരു ഗ്യാസുമ്മ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ട് ഇനി പാത്രം ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അത് പാത്രം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. ഞാൻ ഈ മാവിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഓരോ കയ്യിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഒരു കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ദോശ ഒന്നായിട്ട് വരട്ടെ. ദോശ ഇപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മൾ ചുരുള് പോലെ ആക്കി എടുത്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് ഏലാഞ്ചി ഉണ്ടാക്കുക. നമുക്ക് ഇതൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതും കൂടി ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മാവ് ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കുക. മാവ് ഒരു കയ്യിലും ഒരു 1.25 കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. ദോശ നന്നായിട്ട് വരട്ടെ. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അല്ലെങ്കിൽ തേങ്ങയുടെ ഫില്ലിങ് വെച്ചിട്ട് ചുരുളാക്കുമ്പോൾ ദോശ പൊട്ടിപ്പോവും. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം രണ്ട് സൈഡും. ഇനി നമുക്ക് തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത് നമ്മൾ ചുരുട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ ആയിണ്ട്. നമുക്കിനി ഒരു പാത്രത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ അതാ എല്ലാതും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമാണ് തിന്നാൻ. രാവിലെ വൈകുന്നേരം എപ്പോഴാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിലും ചെയ്ത് നോക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.